ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ സീരിയസ് ആവുകയാണ്. ഡോക്ടറും ഏറ്റവും കൂടുതൽ പേടിച്ചു പോയിട്ടാണുള്ളത്. ഇതെല്ലാം തന്നെ കണ്ടിട്ട് ബൂഫാൻ പറയുകയാണ്, ഈ ഒരു കുട്ടിക്ക് സാധാരണ പനിയല്ല, ഏറ്റവും കൂടുതൽ ഭയങ്കരം തന്നെ കടുപ്പമായിട്ടുള്ള പനിയാണ്. ആ ഒരു സമയത്ത് തന്നെ ബൂഫാന്റെ കയ്യിലുള്ള സൂചി എടുത്ത് ആ ഒരു നീഡിൽ കൊണ്ടുപോയി ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്യുകയാണ്. ഇത് കണ്ട് ഡോക്ടറും ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബൂഫാന്റെ ഉത്തരവാദിത്തം തന്നെയായിരിക്കും. അതിനുശേഷവും ബൂഫാൻ എല്ലാ നീഡിലും എടുത്ത് ആ ഒരു കുട്ടിയുടെ ദേഹത്തെ ഘടിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കുട്ടിയുടെ അച്ഛനും ദേഷ്യത്തോട് ബൂഫാൻ എടുക്ക വന്ന് ചോദിക്കുകയാണ്, നീ ആരാണ്, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടുകയില്ല, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പൂർണ്ണ ഉത്തരവാദിത്വം നിന്റേതായിരിക്കും. അപ്പോൾ നഴ്സ് പറയുകയാണ്, ഈ ഒരു കുട്ടിയുടെ കണ്ടീഷൻ തീർച്ചയായിട്ടും ശരിയാവുകയാണ്. അത് കണ്ട് ഡോക്ടറും ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ടു. ശേഷം ബൂഫാൻ എല്ലാ നീഡിലും പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു കുട്ടിക്ക് ഫുഡ് പോയ്സൺ ആണ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ കുട്ടി എണീച്ചിരിക്കുകയാണ്. അച്ഛനും ചോദിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ ഒരു കുട്ടി പറയുകയാണെങ്കിൽ, എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല, ഞാൻ തീർച്ചയായിട്ടും ഗുണമായി. ഇതെല്ലാം തന്നെ കേട്ടി ആ ഒരു കുട്ടിയുടെ അച്ഛൻ ബൂഫാനായിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണ്. ബൂഫാനും അത് വാങ്ങുന്നു. ആൻഡ് അവർ രണ്ടാളും അവിടെ നിന്ന് പോവുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയതിനു ശേഷം ഡോക്ടർ ബൂഫാൻ എടുക്ക പറയുകയാണ്, ഇപ്പോൾ നിന്റെയൊക്കെ പൈസ വന്നു, തീർച്ചയായിട്ടും ബില്ലെല്ലാം തന്നെ പേ ചെയ്തിട്ടേ പോകാവൂ. ആ ഒരു സമയത്ത് തന്നെ ഡോക്ടർക്ക് ഹോസ്പിറ്റൽ ടീമിൽ നിന്നും കോൾ വരികയാണ്, ആ ഒരു കുട്ടിയുടെ സീരിയസ് കണ്ടീഷൻ എന്തായെന്ന് ചോദിച്ചു. ഇതെല്ലാം തന്നെ കേട്ട് ഡോക്ടറും പറയുകയാണ്, ആ ഒരു കുട്ടി ഗുണമായി ആൻഡ് വീട്ടിലും പോയി. അപ്പോഴാണ് ആ ഒരു ടീം ഡോക്ടർ എടുക്ക പറയുന്നത്, ഇതേപോലെ തന്നെ കുറെ കുട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു കുട്ടികളും തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ തന്നെ അയക്കും. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ ടീം ഡോക്ടറെ അടുക്ക് വരികയാണ്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്ന ബൂഫാൻ അടുക്ക ഡോക്ടർ പറയുകയാണ്, നിന്റെ വായ തുറക്കരുത്, തീർച്ചയായിട്ടും നീ ഒരു ഡോക്ടറല്ല, അത് കാരണം കൊണ്ട് തന്നെ ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്താൽ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും നിന്നെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ നീ വേഗം തന്നെ വീട്ടിലേക്ക് പോയിക്കോളൂ, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം. ഈ ഒരു സമയത്ത് ബൂഫാനെ മനസ്സിലാക്കുകയാണ്, ആ ഒരു ക്രെഡിറ്റ് ഡോക്ടർക്ക് വേണ്ടിയാണ് ഇതേപോലെ പറയുന്നത്. ഈ ഒരു ഡോക്ടർ ആ ഒരു അസിസ്റ്റന്റ് ഡോക്ടറുടെ അടുക്ക പോയി പറയുകയാണ്, വേഗം തന്നെ ആ ഒരു കുട്ടിയുടെ സീരിയസ് കണ്ടീഷനിൽ നിന്നും ശരിയാക്കി. ആൻഡ് നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. ഈ ഒരു ഡോക്ടർ പറയുകയാണ്, ഇതേപോലത്തെ കേസസ് ഞാൻ കുറെ തന്നെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കേട്ട് ഡോക്ടർ പറയുകയാണ്, അടുത്തുള്ള പ്രൈമറി സ്കൂളിലും ഇതേ അവസ്ഥ തന്നെയാണ്. ആൻഡ് അവിടെയുള്ള ചിൽഡ്രൻസിനെല്ലാം തന്നെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്റെ ഏറ്റവും കൂടുതൽ അടുത്തൊരു സുഹൃത്തുണ്ട്, ആ ഒരു സുഹൃത്തിന്റെ മകനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ആ ഒരു കുട്ടിയും നീ ഗുണപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് വലിയൊരു അവാർഡ് തന്നെ തരും. ഇതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ബൂഫാനെ നോക്കുകയാണ്. ആ ഒരു ഡോക്ടറും ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? അപ്പോൾ അസിസ്റ്റന്റ് ഡോക്ടർ പറയുകയാണ്, ഇവരെന്റെ പേഷ്യന്റ് ആയിരുന്നു, ഈ ഒരു അമ്മയെയും ഞാൻ തന്നെയാണ് രക്ഷിച്ചത്. അതിനുശേഷം ബൂഫാന്റെ അടുത്ത് ഡോക്ടർ വന്ന് പറയുകയാണ്, ബില്ലിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ പറയാം, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇതെല്ലാം തന്നെ കേട്ട് ബൂഫാന്റെ അമ്മയും കൂട്ടി ആ ഒരു സ്ഥലത്ത് നിന്നും പോവുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ അടുക്ക 20,000 റുപ്പീസ് വന്നിട്ടുണ്ട്, പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബില്ല് പേ ചെയ്യാം. ഇതെല്ലാം തന്നെ കേട്ട് ബൂഫാൻ പറയുകയാണ്, ഒരു തുള്ളി പൈസ പോലും ആ ഒരു ഡോക്ടർക്ക് ഞാൻ കൊടുക്കുകയില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ഡയറക്ടറുടെ ഫ്രണ്ടിന്റെ മകനെ അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം തന്നെ ബൂഫാനും കാണുന്നുണ്ട്. ആ ഒരു ഫാദറും ഡയറക്ടറൊക്കെ പറയുന്നുണ്ട്, എന്റെ മകന് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ തന്നെ നിങ്ങൾ കണ്ടെത്തണം. ഇതെല്ലാം തന്നെ കണ്ട് ആ ഒരു ഡോക്ടർ അസിസ്റ്റന്റ് ഡോക്ടർ എടുക്കാം, ആ ഒരു കുട്ടിയെ നീ തന്നെ സുഖപ്പെടുത്തണം. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഡോക്ടർ ബൂഫാന്റെ അടുക്കുണ്ടായിരുന്ന ആ ഒരു നീഡിലെല്ലാം തന്നെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ അച്ഛനും പറയുകയാണ്, നീ എന്റെ കുട്ടിയെ രക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു സമ്മാനം തന്നെ തരും. ഇതെല്ലാം തന്നെ കേട്ട് ആ ഒരു ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി. അപ്പോഴാണ് അസിസ്റ്റന്റ് ഡോക്ടർ ചോദിക്കുന്നത്, നിന്റെ കയ്യിലുള്ള ഈ ഒരു നീഡിൽ എന്താണ്? അപ്പോഴാണ് ആ ഡോക്ടർ പറയുകയാണ്, ഞാൻ പുതിയതായി ഒരു മെഡിക്കൽ ഫോമുല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഈ ഒരു നീഡിൽ ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഈ ഒരു കുട്ടിയെ രക്ഷിക്കാൻ കഴിയും. ഇതെല്ലാം തന്നെ കേട്ട് ഹെഡ് ഡോക്ടറും പറയുകയാണ്, നീ തീർച്ചയായിട്ടും ഓർഡിനറി തന്നെയാണ്, അത് കാരണം കൊണ്ട് തന്നെ നീ തീർച്ചയായിട്ടും ഈ ഒരു കുട്ടിയെ രക്ഷിക്കണം. ഈ ഒരു ഡോക്ടറും ആലോചിക്കുകയാണ്, ബൂഫാൻ എവിടെയല്ലായിരുന്നു ആ ഒരു നീഡിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു ഡോക്ടറും ഇതെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ആ ഡോക്ടറും വിശ്വസിക്കുകയാണ്, തീർച്ചയായിട്ടും ഈ ഒരു കുട്ടിയെ രക്ഷിക്കാൻ കഴിയും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടിയുടെ കണ്ടീഷൻ ഒന്നും കൂടി മോശമാവുകയാണ്. ഇത് കണ്ട് അച്ഛനും ചോദിക്കുന്നുണ്ട്, ഡോക്ടർ നിങ്ങൾക്ക് ശരിക്കും അറിയാമോ എന്റെ കുട്ടി ഈ ഒരു ടെക്നിക് കൊണ്ട് രക്ഷപ്പെടുമോ? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ മുഖത്ത് നിന്ന് വേർപ്പെല്ലാം തന്നെ ഒരുക്കുകയാണ്. ആൻഡ് ആ ഒരു ഡോക്ടറും പേടിച്ചുകൊണ്ട് പറയുകയാണ്, തീർച്ചയായിട്ടും ഇത് രക്ഷപ്പെടും, പേടിക്കേണ്ട, ഇപ്പോൾ തന്നെയായിരുന്നു ഒരു കുട്ടിയെ ഞാൻ രക്ഷിച്ചത്. അതുപോലെ തന്നെ ഡോക്ടർ നീഡിലെടുത്ത് വേറൊരു സ്ഥലത്ത് കൂടി ഇത് കുത്തിവെക്കുകയാണ്. അതിൽ നിന്നും കുട്ടിയുടെ കണ്ടീഷൻ ഒന്നും കൂടി സീരിയസ് ആയി. ഈ ഒരു കുട്ടിയുടെ ബിപിയും ഏറ്റവും കൂടുതൽ വേഗത്തിൽ തന്നെയാണ് ഡൗൺ ആവുന്നത്. ഇതെല്ലാം തന്നെ കേട്ട് ആ ഒരു ഡോക്ടറുടെ കൈമിൽ നിന്നും നീഡിൽ താഴെ വീഴുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഒച്ചപ്പാടാക്കി പറയുകയാണ്, നീ എന്റെ കുട്ടിയെ എന്താണ് ചെയ്തത്?
അപ്പോൾ തന്നെ ആ ഒരു ഡോക്ടറും പറയുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ ആ ഒരു ഡോക്ടർക്ക് മറുപടിയായി ഒന്നും തന്നെ പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ആ ഒരു ഡോക്ടറും ചിന്തിക്കുകയാണ് ബൂഫാൻ എല്ലാം തന്നെ ചെയ്തപ്പോൾ ആ ഒരു കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ അസിസ്റ്റന്റ് ഡോക്ടർ പറയുകയാണ് ഈ ഒരു കുട്ടിയുടെ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡയറക്ടറും പറയുകയാണ് ഇപ്പോൾ തന്നെയല്ലേ നീ ഒരു കുട്ടിയെ രക്ഷിച്ചത്, പക്ഷെ ഇപ്പോൾ മാത്രം എന്താണ് പ്രോബ്ലം. ഇതെല്ലാം തന്നെ കേട്ട് ആ ഒരു കുട്ടിയുടെ അച്ഛനും പറയുകയാണ് നിനക്ക് തീർച്ചയായിട്ടും നോക്കാൻ അറിയെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടെ, ഈ കാരണം എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണ് തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നിന്നെ പുറത്താക്കും. അപ്പോൾ തന്നെ ആ ഒരു ടീമിന്റെ ശ്രദ്ധ നഴ്സിലേക്ക് പോവുകയാണ്. ആ ഒരു നഴ്സും എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അസിസ്റ്റന്റ് ഡോക്ടർ വന്ന് ചോദിക്കുമ്പോൾ നഴ്സ് പറയുകയാണ് കഴിഞ്ഞ പേഷ്യന്റിനെല്ലാം തന്നെ ഈ ഒരു ഡോക്ടറല്ല രക്ഷിച്ചത്, പകരം ബൂഫാൻ എന്ന് പേരുള്ള ഒരു പയ്യനാണ്. അദ്ദേഹവും ഇപ്പോൾ തന്നെയാണ് ആ ഒരു അമ്മയും കൂട്ടി പോയത്. അപ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ അച്ഛൻ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുകയാണ് നിനക്ക് രോഗം ശരിപ്പെടുത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഇല്ലയോ. അദ്ദേഹത്തിനും ഒന്നും തന്നെ പറയാൻ കഴിയുന്നില്ല. ഈ ഒരു കുട്ടിയുടെ അച്ഛനും ഡോക്ടറോടൊക്കെ പറയുകയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യണം. ഒരു സമയത്ത് തന്നെ ആ ഒരു സ്ഥലത്ത് ബൂഫാൻ വരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.